Hello students. Today the talk will be a continuation on what we have learned about the life and the reign of King Henry VIII. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ 3 പ്രധാന പോയിന്റുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആദ്യം ഹെൻറി VIII ആൻഡ് ഹിസ് ചാൻസലേഴ്സ്, രണ്ടാമത് ഒരു പ്രത്യേക വ്യക്തിയുമായിട്ട് ഹെൻറി VIII കണക്ഷനെ കുറിച്ച് പറയുന്നു, മൂന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹെൻറി VIII ആൻഡ് ഹിസ് ചാൻസലേഴ്സ്. ചാൻസലർ എന്ന പേര് നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ എന്നൊക്കെയുള്ള ടേംസുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പരിചിതമാണ്. എന്നാൽ യൂറോപ്പിൽ പല രാജ്യങ്ങളിലും പല രീതിയിൽ അവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ അധികാരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോടെ ചാൻസലേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലീജിയസ് സർക്കിളിലും ക്രിസ്ത്യൻ ചേർച്ചിലും ചാൻസലേഴ്സ് എന്നുള്ള പദവി ഉണ്ടായിരുന്നു. മിക്കവാറും അത് രാജ്യത്തിൻ്റെ ഭരണവുമായി തന്നെ ചേർന്നാണ് വരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ചാൻസലർ എന്ന പദം ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ പ്രധാനമന്ത്രി, ആ ഒരു തലത്തിൽ ഉപയോഗിക്കാം. അതുപോലെ ഈ ഇംഗ്ലണ്ടിലെ ചേർച്ചുമായിട്ട് കണക്ട് ചെയ്തും ഈ പദം ഉപയോഗിക്കുന്നു. ചാൻസലർ മിക്കവാറും ചേർച്ചിൻ്റെ അതോറിറ്റിയും കൂടെ ഉള്ള ഒരാളായിരിക്കും. ഹെൻറി VIII ലൈഫിലെ ചില വ്യക്തികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചാൻസലേഴ്സിൽ 3 പേരും, പിന്നീട് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഒരു പ്രത്യേക വ്യക്തിയുമായിട്ടുള്ള ബന്ധം പഠിക്കുന്നു. ഇവരുടെ എല്ലാം ഈ 4 പേരുടെയും 3 ചാൻസലേഴ്സിൻ്റെയും അടുത്ത ഒരു വ്യക്തിയുടെയും ഫേസ്റ്റ് നെയിം വിചിത്രമായ ഒരു ബന്ധമാണ്. ഇറ്റ് ഈസ് തോമസ്. സോ ദ ഫസ്റ്റ് പേഴ്സൺ വി സ്റ്റഡി ഈസ് കാർഡിനൽ തോമസ് വോൾസി. കാർഡിനൽ കാത്തലിക് ചേർച്ചിലെ ഒരു ഉയർന്ന സ്ഥാനമാണ്. പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗ്രൂപ്പ് കാർഡിനൽസിൻ്റെ ഗ്രൂപ്പാണ്. ഇംഗ്ലണ്ടിലെ കാത്തലിക് ചേർച്ചിൻ്റെ ഒരു കാർഡിനലാണ് തോമസ് വോൾസി. ഹെൻറി VIII പിതാവിൻ്റെ കാലം, കിങ് ഹെൻറി VII, ആ സമയം മുതൽ വോൾസി വാസ് ദ കാർഡിനൽ. And when Henry VIII came to power, he used Wolsey as a major player in keeping the balance of power between the European countries. സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ ഇംഗ്ലണ്ടിനെ ചുറ്റുന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനോട് ചേർന്ന് കിടക്കുന്ന മെയിൻ കോണ്ടിനെൻ്റൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ബന്ധത്തിലുള്ള പവർ പ്ലേ ഹാൻഡിൽ ചെയ്തത് കാർഡിനൽ തോമസ് വോൾസെയാണ്. വോൾസയുടെ ആ നടപടികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും ഒരു സ്ട്രാറ്റജി, ഡിവൈഡ് ആൻഡ് റൂൾ. സോ വോൾസെ ട്രൈഡ് ടു കീപ് സ്പെയിൻ ആൻഡ് ഫ്രാൻസ് ഇൻ മ്യൂച്വൽ ഡിസ്ലൈക്ക്. വോൾസയുടെ അടുത്ത നടപടി ഇംഗ്ലണ്ടിലെ ഡിപ്ലോമാറ്റിക് മാരേജ് ആണ്. ഹെൻറി VIII സിസ്റ്ററിനെ ഫ്രാൻസിലെ രാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു. പക്ഷേ ദിസ് വാസ് ഡിസപ്രൂവ്ഡ്, നോട്ട് ബൈ എനിവൺ ഇൻ ഇംഗ്ലണ്ട് ബട്ട് സമവൺ ഇൻ സ്പെയിൻ. ചാൾസ് V ഓഫ് സ്പെയിൻ. അന്ന് ചാൾസ് V സ്പെയിനിൻ്റെയും നെതർലൻഡിൻ്റെയും അധിപനാണ്. ആൻഡ് നെതർലാൻഡ്സ് വാസ് ഇംഗ്ലണ്ട്സ് പാർട്ട്ണർ ഇൻ വുൾ ട്രേഡ്. അതുകൊണ്ട് ചാൾസ് V പിണക്കിക്കൊണ്ടൊരു ഡിസിഷൻ എടുക്കുക ഹെൻറിക്ക് ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, വി ഹാവ് ഓൾറെഡി സീൻ ദിസ് ചാൾസ് V ഇസ് ദ നെവ്യൂ ഓഫ് ക്വീൻ കാതറിൻ ഓഫ് ഇംഗ്ലണ്ട്. ഹെൻറി VIII ഭാര്യയുടെ നെവ്യൂ ആണ്. അപ്പോൾ ചാൾസിനെ പിണക്കാതെ, വോൾസയെ അറിയിക്കാതെ ഹെൻറി എൻറ്റേഴ്സ് ഇൻ ടു ആൻ അലയൻസ് വിത്ത് സ്പെയിൻ. ഓർക്കുക, ഇവിടെ വോൾസയെ ശ്രമിക്കുന്നത് ഫ്രാൻസുമായിട്ട് ഇംഗ്ലണ്ടിനൊരു ബന്ധമുണ്ടാക്കാനാണ്. അതിനെ സ്പെയിൻ എതിർത്തു. വോൾസെ അറിയാതെ ഹെൻറി VIII സ്പെയിനുമായിട്ടൊരു അലയൻസിലേക്ക് പ്രവേശിക്കുന്നു. ആൻഡ് ഹി സെൻഡ്സ് എൻ ആർമി ടു ഹെൽപ്പ് സ്പെയിൻ ഇൻ ദ ബാറ്റിൽ അഗൻസ്റ്റ് ഫ്രാൻസ്. ഒരു ഭാഗത്ത് വോൾസെ ഫ്രാൻസുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹെൻറി തിരിച്ചു ചെയ്യുന്നു.
ആ യുദ്ധം വിജയമായിരുന്നു. സ്പെയിൻ വാസ് ഏബിൾ ടു ഡിഫീറ്റ് ഫ്രാൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇംഗ്ലണ്ട്. ബട്ട് ദിസ് ബാറ്റിൽ വാസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ വാർസ് ഓഫ് ദ റോസസും 100 Years' War'ും ഒക്കെ കഴിഞ്ഞ് ജനങ്ങൾക്ക് വാർ എന്ന് കേൾക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. തന്നെയുമല്ല, ഇത് ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയറായിട്ടാണ്, വോൾസെയുടെ സ്റ്റേജ് ക്രാഫ്റ്റിൻ്റെ ഒരു പരാജയമായിട്ടാണ് പൊതുവെ കണ്ടത്. ആൻഡ് ഹെൻറി VIII ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് പിന്നീട് വരുന്ന പല രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് വേറെ ആരുടെയെങ്കിലും തോളിൽ കെട്ടിവയ്ക്കുക. സോ വോൾസെ ഇവിടെ രാജാവിൻ്റെ ഒരു പ്രീതിപാത്രമാകുന്നതിൽ നിന്ന് മാറിപ്പോവുകയാണ്. പിന്നീട് വോൾസെ നമ്മൾ കാണുന്നത് ഹെൻറി VIII കാതറിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആൻഡ് റിമെമ്പർ, വോൾസെ വാസ് എ കാർഡിനൽ. പക്ഷെ വോൾസെ ഡിഡ്ന്റ് സപ്പോർട്ട് ദാറ്റ് ഡിസയർ. അതുകൊണ്ട് ഹെൻറി വോൾസെയെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളിൽ നിന്നെല്ലാം മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ പിടിച്ച് അടക്കി. വോൾസെസ് പൊസിഷൻ ഫെൽ ഇൻ ടു ഡിസ്റെപ്യൂട്ട്. സ്ക്രീനിലെ അവസാന ഭാഗത്ത് കാണുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. പേജ് 157, വോൾസെ ആൻ എസ്റ്റിമേറ്റ്. I want you to pause this video for a moment. Take your textbook and go through page 157. An estimate on Wolsey. Hope you have read that. Let me continue. The next chancellor, another Thomas, Sir Thomas More. തോമസ് മോറിനെ നമ്മൾ അറിയുന്നത് യൂട്ടോപ്പിയയുടെ രചയിതാവ്. നമ്മൾ ഹ്യൂമനിസം പഠിച്ചപ്പോൾ അവിടെ ഇത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. വോൾസെ അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ ഹെൻറി വാണ്ടഡ് അനദർ പേഴ്സൺ ആസ് ദ ചാൻസലർ. പറ്റിയ ഒരാളാണ് തോമസ് മോർ. പക്ഷേ തോമസ് മോറിനൊട്ടും താല്പര്യമില്ലായിരുന്നു. ഹി വാസ് എ ഹ്യൂമനിസ്റ്റ് സ്കോളർ ഹു വാണ്ടഡ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് ഫ്രം വിതിൻ. ആൻഡ് നിർബന്ധപൂർവം തോമസ് മോറിനെ ചാൻസലറാക്കി. പക്ഷേ ഹെൻറി പേപ്പസിയിൽ നിന്ന്, പോപ്പിൻ്റെ കീഴിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ആക്ട് ഓഫ് സുപ്രീമസി അംഗീകരിക്കുവാൻ ഒരു ചേർച്ച്മാനായ തോമസ് മോർ വില്ലിംഗ് അല്ലായിരുന്നു. സോ തോമസ് മോറിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. വധശിക്ഷ തന്നെ കൊടുത്തു. ആൻഡ് വെരി ചിയർഫുള്ളി തോമസ് മോർ അക്സെപ്റ്റഡ് ദാറ്റ്. അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെടുന്ന ആ ഒരു സമയത്ത് ഈ വാക്കുകൾ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ സ്കാഫോൾഡ്. He is not afraid to die because he is the king's good servant, but God's first. അതുകൊണ്ട് രാജാവിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മരണം ഭരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. മൂന്നാമത്തെ തോമസ്, മൂന്നാമത്തെ ചാൻസലർ, ഹീസ് എൻ ആർച്ച് ബിഷപ്പ്. ഇവർ 3 പേരും ചേർച്ച് ഒഫീഷ്യൽസ് ആണ്. ഒരാൾ കാർഡിനലാണ്. തോമസ് മോറും ചേർച്ചിൽ ഹൈ പ്ലേസ്ഡ് ആണ്. And now we have an Archbishop, Thomas Cranmer. രാജാവിൻ്റെ താല്പര്യങ്ങൾക്കൊരു ഇൻ്റലക്ച്വൽ ബാക്കിംഗ്, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന വിധത്തിൽ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ബൗദ്ധികമായ ഒരു ഇടപെടൽ നടത്തുവാൻ തോമസ് ക്രാൻമറിന് കഴിഞ്ഞു. He initiated discussions in the universities on the need of reformation. അത് വളരെ അക്സെപ്റ്റഡ് ആയിരുന്നു. ആൻഡ് ദെൻ ഹി ബ്രോട്ട് ഇൻ ദി ആർഗ്യുമെൻറ്റ്. രാജാവ് കാതറീനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദ കിങ് ഷുഡ് ബി ഗിവൺ എ ചാൻസ് ടു ലീഡ് എ ബ്ലെയിംലെസ് ലൈഫ്. കാരണം ഇപ്പോൾ രാജാവിൻ്റെ മേലുള്ള ഒരു ബ്ലെയിം, ഹി ഹാസ് കമ്മിറ്റഡ് ഇൻസെസ്റ്റ്, തൻ്റെ ബ്രദറിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുക വഴി. ആൻഡ് ആർച്ച് ബിഷപ്പ് ക്രാൻമർ ബ്രോക്ക് ഓഫ് all connections with the Pope. റെഫോർമേഷനിൽ കിങ് ഹെൻറി പോപ്പിൻ്റെ കീഴിൽ നിന്ന് മാറുവാൻ ഏറ്റവും സഹായം ചെയ്തത് ക്രാൻമറാണ്. ആൻഡ് വൺ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്, ഹി വാസ് ഫ്രീ ഫ്രം ദ കിങ്സ് പാരനോയ. ഹെൻറി VIII ഭരണം തുടങ്ങുന്ന കാലത്ത് വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് അദ്ദേഹം. സംശയം, മുൻകോപം, ഇതെല്ലാം ഉണ്ട്. ഇവിടെ തോമസ് ക്രാൻമർ മാത്രമാണ് ഈ രാജാവിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ. ബാക്കി പലരുടെയും സ്ഥാനം പോയി, ചിലരുടെ ജീവിതം പോയി. തോമസ് ക്രാൻമർ, ആർച്ച് ബിഷപ്പ് തോമസ് ക്രാൻമർ, the third of the chancellors, was able to be
ഫ്രീ ഫ്രം ദ കിങ്സ് പാരനോയ. 3 ചാൻസലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. 3 തോമസസ്: തോമസ് വോൾസെ, തോമസ് മൂർ, തോമസ് ക്രാൻമർ. ഇന്നത്തെ രണ്ടാമത്തെ പ്രധാന പോയിന്റിലേക്ക് ഒരു പ്രത്യേക ആളെക്കുറിച്ചാണ് പറയുന്നത്. എഗെയിൻ അനദർ തോമസ്, തോമസ് ക്രോംവെൽ. ഇവിടെ ആവർത്തിക്കുകയാണെന്നറിയാം. ക്രോംവെൽ എന്ന പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മറ്റൊരു ക്രോംവെലിനെ കാണുന്നുണ്ട്. സ്റ്റുവാർട്ട് റെയിനിൽ കോമൺവെൽത്ത് കൊണ്ടുവന്ന ഒലിവർ ക്രോംവെൽ. ഇത് അദ്ദേഹം ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ഹീ ഈസ് എ മാൻ വിത്ത് ഹെൻറി ദി എയ്ത്ത്, എ മാൻ ഓഫ് ഹംബിൾ ബർത്ത്. എന്നാൽ രാജാവിൻ്റെ ക്രൂഡർ വിഷസ്, തോമസ് ക്രാൻമറിനെ പോലുള്ളവർ ഉന്നതമായ ചിന്തകളുള്ളവരാണ്. എന്നാൽ രാജാവിൻ്റെ ചില ക്രൂഡർ വിഷസ് സാധ്യമാക്കുവാൻ കൂട്ടുനിന്ന ഒരാളാണ് ഇദ്ദേഹം. He was instrumental in the execution of the people who refused to accept the king as the supreme head. Sir Thomas More, Bishop Fisher, ഇവരുടെ എല്ലാം മരണത്തിന് ചുക്കാൻ പിടിച്ചത് തോമസ് ക്രോംവെലാണ്. He too became a man of religion. He was selected as the vicar general. വികാർ എന്ന് പറഞ്ഞാൽ വികാരി, ഓരോ പള്ളിയുടെ വികാർ ജനറൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു വികാർ സ്ഥാനം. അപ്പം അതുകൊണ്ട് തോമസ് ക്രോംവെലിന് ഏത് മൊണാസ്ട്രിയിലും കയറാം. ഇത് ഹെൻറി ദി എയ്ത്തിൻ്റെ കാലത്തെ ഡെസല്യൂഷൻ ഓഫ് ദ മൊണാസ്ട്രീസ് എന്ന വലിയൊരു സംഭവത്തിന് വഴിതെളിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും, ഹെൻറി ദി എയ്ത്തിൻ്റെ ജീവിതം പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് മങ്സിനോട് വലിയ പ്രീതിയില്ലായിരുന്നു. അതുപോലെ ഈ റെലിക് വർഷിപ്പ്, ഇമേജസ്, ഇതൊക്കെ എതിരായിരുന്നു. അപ്പോൾ ഈ പല മൊണാസ്ട്രികളിലും ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അവിടെയെല്ലാം മങ്സാണുള്ളത്. ഇവരെയൊക്കെ മാറ്റുവാൻ രാജാവ് ആഗ്രഹിക്കുമ്പോൾ അതിന് സഹായിച്ച ഒരാളാണ് തോമസ് ക്രോംവെൽ. പല മൊണാസ്ട്രികളിലെയും വെൽത്ത് പ്ലണ്ടർ ചെയ്തു, ലൈബ്രറികൾ ഡിസ്ട്രോയ് ചെയ്തു, ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് വർ ഡിസ്ട്രക്റ്റഡ്. സോ ഹി ഗോട്ട് ദ നെയിം ഹാമർ ഓഫ് ദ മങ്സ്. മങ്സിനെ കൊല്ലുന്നയാൾ, ഒരു ചുറ്റിക പോലെ വന്ന് പതിക്കുന്നയാൾ. എന്നാൽ ഈ തോമസ് ക്രോംവെലും രാജാവിൻ്റെ പ്രീതിയിൽ നിന്ന് മാറി. Because he attempted to bring in a marriage between the king and a lady named Anne, who was the sister of the Duke of Cleves. That is in Germany, and the Duke of Cleves was a Protestant. രാജാവ് പോപ്പിൻ്റെ കീഴിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ഒരു പ്രോട്ടസ്റ്റന്റ് ലേഡിയുമായിട്ട് വിവാഹം ആലോചിക്കുന്നു. ആ വിവാഹം നടന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് രാജാവിന് ഈ സ്ത്രീയെ വലിയ താല്പര്യമില്ല. സോ ഈ കല്യാണം ആലോചിച്ച തോമസ് ക്രോംവെൽ സഫേർഡ് ദ കിങ്സ് wrath ആൻഡ് വാസ് എക്സിക്യൂട്ടഡ്. വീണ്ടും ലെറ്റ്സ് പോസ്. പ്ലീസ് ഗോ ത്രൂ പേജസ് 159 and 60. ഇറ്റ്സ് യുവർ ടൈം. Shall we continue? അടുത്തത് the family life of Henry VIII or Henry VIII and his wives. He married once. He married the second time. He had a third wife. Then came the fourth one, his fifth wife, and the sixth wife. That is Henry VIII and his wives. You know the history that he was first married to Catherine of Aragon, who is the widow of his brother Arthur. Later he wanted to divorce her. Divorce ചെയ്യാനുള്ള പല കാര്യങ്ങളൊന്ന്, she was not able to give him a male heir, and he had an infatuation for Anne Boleyn. ഇവർക്ക് മക്കളുണ്ടായെങ്കിലും അവരെല്ലാം പ്രസവത്തോടു കൂടിയോ ശൈശവത്തിൽ തന്നെയോ മരണപ്പെട്ടു. സർവൈവ് ചെയ്തത് ഒരു പെൺകുട്ടി മാത്രമാണ്, പ്രിൻസസ് മേരി. പ്ലീസ് നോട്ട് ദിസ് നെയിം, പ്രിൻസസ് മേരി. ആൻഡ് ഹെൻറി ഹാഡ് ആൻ ഇൻഫാക്ച്വേഷൻ വിത്ത് ആൻ ബോളൻ. അതും ഈ ഡിവോഴ്സിന് കാരണമായി. കാതറിൻ, ഷീ സബ്മിറ്റഡ് to the orders to go into retirement as the king's honorable sister-in-law. അങ്ങനെ
ചേർച്ചിനോടും പിണങ്ങി ആൻ ബോളനെ വിവാഹം കഴിക്കുന്നു. ആൻഡ് ഹി ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ആർച്ച് ബിഷപ്പ് ക്രാൻമർ. എന്നാൽ ആൻ ബോളനും നേരത്തെ കാതറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടികൾ ജനിച്ചില്ല. എ ഡോട്ടർ വാസ് ബോൺ ടു ദം ആൻഡ് ഷീ വാസ് നെയ്മഡ് എലിസബത്ത്. ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു, കാതറിൻ്റെ മകൾ ദാറ്റ് വാസ് പ്രിൻസസ് മേരി, ആൻ ബോളിന് ഒരു മകൾ എലിസബത്ത്. ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ ആൾക്കാർ കാതറിനോട് സിമ്പത്തറ്റിക്കാണ്. കാരണം കാതറിനോട് രാജാവ് ചെയ്തത് തെറ്റാണ് എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. അപ്പോൾ ഇത് രാജാവ് അറിയുന്നുണ്ട്, ഈ ഫീലിംഗ്. അപ്പോൾ ജനങ്ങളെ കൂടെ നിർത്തുക എന്നൊരു ഉദ്ദേശമുണ്ട്. ആൻ ബോളിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. സോ ഷീ വാസ് അറസ്റ്റഡ്, ട്രൈഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ആൻ ബോളിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. ക്രാൻമർ ഇപ്പം ഇവിടെ ഇപ്പം ഡിവോഴ്സ് അല്ല, ഭാര്യ മരിച്ചതാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വീണ്ടും വിവാഹം ചെയ്യാം. ക്രാൻമർ അത് അനുവദിച്ചു. ജെയിംസ് സെമോ എന്നൊരു ലേഡി, ഈ സ്ത്രീ കാതറിനും ആനും രണ്ടുപേരുടെയും ലേഡി ഇൻ വെയിറ്റിംഗ്, ഒരു അറ്റൻഡൻ്റ് ആയിരുന്നു. ഇവർ വളരെ സൗമ്യതയുള്ള ക്വയറ്റായിട്ടുള്ള ഒരു ലേഡി. രാജാവിൻ്റെ ടെമ്പർ ടാൻട്രംസ് ഒക്കെ സഹിച്ച് രാജാവിനെ അല്പം കാം ചെയ്യാൻ കഴിവുള്ള ഒരു ലേഡിയായിരുന്നു. ഈ വിവാഹത്തിൽ ഒരു മകൻ ജനിച്ചു, എഡ്വേർഡ്. ബട്ട് ദ ക്വീൻ ഡൈഡ് ഇൻ ചൈൽഡ് ബർത്ത്. ഇതിനിടയിൽ നിങ്ങൾ ഓർക്കുമായിരിക്കും, രാജാവ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, ആൻ ബോളിൻ്റെ ആ വിവാഹത്തിലുണ്ടാകുന്ന ആളായിരിക്കണം ഇംഗ്ലണ്ടിൻ്റെ അടുത്ത ഭരണാധികാരി എന്നൊക്കെ. ഒന്നും മുഴുവനായിട്ട് സാധിച്ചില്ല. അപ്പോൾ 3 ഭാര്യമാർ, ഓരോരുത്തർക്കും ഓരോ മക്കൾ. കാതറിൻ്റെ മകൾ മേരി, ആൻ ബോളിൻ്റെ മകൾ എലിസബത്ത്, ജെയിംസ് സെമറിൻ്റെ മകൻ എഡ്വേർഡ്. ജെയിംസ് സെമറിൻ്റെ സർനെയിം സെയ്മർ എന്ന പേരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ജെയിംസ് സെമർ എഡ്വേർഡിന് ജന്മം നൽകിയ ഉടനെ മരണപ്പെട്ടു. ആൻഡ് തോമസ് ക്രോംവെൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹാമർ ഓഫ് ദ മങ്സ്, അദ്ദേഹം ഒരു കല്യാണാലോചനയൊക്കെ കൊണ്ടുവന്നു. ദാറ്റ് ഇസ് ആൻ, ദ സിസ്റ്റർ ഓഫ് ദ ഡ്യൂക്ക് ഓഫ് ക്ലീവ്സ്. ഹെൻറി ഡിൻ ലൈക്ക് ദിസ് ലൂഥറൻ പ്രിൻസസ്, ജർമ്മനിയിലെ പ്രോട്ടസ്റ്റന്റ് ലൂഥറൻ വിഭാഗത്തിലുള്ളതാണ്. ആൻഡ് ഹി ക്വിക്ലി ഡിവോഴ്സ്ഡ്. ഡിവോഴ്സ് ചെയ്തു, ഒരു വീടൊക്കെ കൊടുത്തു, ഒരു നല്ല ടൈറ്റിലും കൊടുത്തു. ഹിസ് റോയൽ സിസ്റ്റർ, സ്വന്തം ഭാര്യയെ വിളിച്ചതാണ്. ഹെൻറിയുടെ അടുത്ത വൈഫ് കാതറിൻ ഹോവേർഡ് വാസ് ദ നീസ് ഓഫ് ദ ഡ്യൂക്ക് ഓഫ് നോർഫ്ലോക്ക്, ആൻ ബോളിൻ്റെ കസിനാണ്. അപ്പോഴേക്ക് രാജാവ് വളരെ സംശയാലുവാണ്. ഇവരെയും സംശയത്തിൻ്റെ കണ്ണുകളിൽ കൂടെ കണ്ട് ഷി വാസ് അക്യൂസ്ഡ് ഓഫ് ഇൻഫിഡലിറ്റി, രാജാവിനോട് അവിശ്വസ്തത കാണിച്ചു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ഷീ വാസ് ബിഹെഡഡ്. ഹിസ് ലാസ്റ്റ് വൈഫ് ഇസ് കാതറിൻ പാർ. അപ്പോഴേക്കും നിയന്ത്രണങ്ങൾക്കപ്പുറമായ രാജാവിനെ പാസിഫൈ ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരുന്നു. ആൻഡ് ഷീ വാസ് വെരി ഫേം വിത്ത് ദ റിഫോമേഴ്സ്. ഇംഗ്ലണ്ടിൻ്റെ പാർലമെൻറ്റ് ഒരു കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് കാതറിൻ പാർ ഇംഗ്ലണ്ടിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ സാധിച്ച ഒരു ലേഡിയാണ്. സോ 3 മക്കളെക്കുറിച്ച് പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുക. മേരി, ഡോട്ടർ ഓഫ് കാതറിൻ ഓഫ് അരഗൺ, എലിസബത്ത്, ഡോട്ടർ ഓഫ് ആൻ ബോളിൻ, എഡ്വേർഡ്, സൺ ഓഫ് ജെയിംസ് സെമർ. ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇവർ സ്റ്റെപ്പ് സിബ്ലിങ്സ് ആണ്. സെയിം ഫാദർ, ഡിഫറെൻറ്റ് മദേഴ്സ്. ഈ 3 സ്റ്റെപ്പ് സിബ്ലിങ്സും ഇംഗ്ലണ്ടിൻ്റെ മൊണാർക്സ് ആയിട്ട് മാറുന്നു. ചരിത്രത്തിൽ ഇതിന് തുല്യമായി വേറെയൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. 1547 ഹെൻറി VIII മരണം. അദ്ദേഹത്തിൻ്റെ മകൻ ജെയിംസ് സെമോറിൻ്റെ മകൻ, കാരണം ഇംഗ്ലണ്ടിൻ്റെ ട്രഡീഷനിൽ ആൺകുട്ടികളാണ് ഭരണത്തിലേക്ക് വരേണ്ടത്. ഹി ബിക്കംസ് ദ ഹെയർ ആസ് എഡ്വേർഡ് the 6th of England.